Hi, good morning to all, and good afternoon too. Today we will discuss about planning process. The planning function of management is one of the most crucial one. It involves setting the goals of the company and then managing the resources to achieve such goals. As you can imagine, it is a systematic process involving 8 well thought out steps. Let us take a look on planning process. നമുക്ക് പ്ലാനിങ് ഫങ്ഷൻ ഓഫ് എ മാനേജ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ വൺ. ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഫങ്ഷനാണ് മാനേജ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് പ്ലാനിങ്. ഇറ്റ് ഇൻവോൾവ് സെറ്റിംഗ് ദ ഗോൾസ് ഓഫ് ദ കമ്പനി. എന്താണ് ഗോൾസ് ഓഫ് ദ കമ്പനി സെറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, അത് ഇൻക്ലൂഡ് ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻക്ലൂഡഡ് ആണ് സെറ്റിംഗ് അപ്പ് ഓഫ് ദി ഗോൾ ഓഫ് ദ കമ്പനി ആൻഡ് ദെൻ മാനേജിങ് ദ റിസോഴ്സസ് ടു അച്ചീവ് സച്ച് ഗോൾ. അപ്പോൾ അതിന് ശേഷം, അതായത് ഒരു കമ്പനിയുടെ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ കമ്പനിയുടെ റിസോഴ്സസ്, വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ആ ഗോൾ നേടിയെടുക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് യു ക്യാൻ ഇമാജിൻ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഇൻവോൾവിങ് 8 വെൽ തോട്ട് ഔട്ട് സ്റ്റെപ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഉദ്ദേശിക്കാനാവുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സായിരിക്കും. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലക്ഷ്യം നേടിയെടുക്കാൻ ആവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രോസസ്സും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. സെറ്റ് ഗോൾസ്, ഗേദർ ഡാറ്റ, അനലൈസ് ഡാറ്റ, ക്രിയേറ്റ് എ പ്ലാൻ, ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ, മോണിറ്റർ ദ പ്ലാൻ, അല്ലേ? ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Planning process. First one, recognizing need for action. So an important part of the planning process is to be aware of the business opportunities in the firm's external environment as well as within the firm. അപ്പോൾ ഒരു പ്ലാനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്, എന്തിനെപ്പറ്റി അറിയുക എന്നുള്ളതാണ്. ആ ബിസിനസ്സിൻ്റെ പുറത്തും ബിസിനസ്സിനകത്തുമുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ പറ്റിയിട്ട് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സോ വൺസ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഗെറ്റ് റെക്കഗ്നൈസ്ഡ്, ദ മാനേജേഴ്സ് ക്യാൻ റെക്കഗ്നൈസ് ദ ആക്ഷൻസ് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ ടു റിയലൈസ് ദം. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മാനേജേഴ്സ് എന്ത് ചെയ്യും, ആ ഓപ്പർച്യൂണിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഇന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ട പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടും. സോ എ റിയലിസ്റ്റിക് ലുക്ക് മസ്റ്റ് ബി ടേക്കൺ അറ്റ് ദ പ്രോസ്പെക്ട് ഓഫ് ദീസ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോർട്ട് അനാലിസിസ് ഷുഡ് ബി ഡൺ. എന്താണ്, അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരത്തിനെ പറ്റി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി യാഥാർത്ഥ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒരു സോർട്ട് അനാലിസിസ് ഒക്കെ നടത്തുക. എന്താ ഈ സോർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. അതായത് ആ ഓപ്പർച്യൂണിറ്റീസിൻ്റെ മൊബിലൈസ് ചെയ്യുന്നതിനെ കൊണ്ട് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന സ്ട്രെങ്ത്ത് എന്താണ്, അതേപോലെ വീക്ക്നെസ്, മൊബിലൈസ് ചെയ്യുന്നതിലുണ്ടാകുന്ന വീക്ക്നെസ് എന്താണ്, അതിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് അത് തരുന്നത്, അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തൊക്കെ ത്രെഡ്സ്, ഭീഷണികളൊക്കെ എന്തുണ്ട് ഓർഗനൈസേഷൻ നേരിടേണ്ടി വരും. അപ്പോൾ ആ ഒരു അനാലിസിസ് നടത്തുമ്പം എന്ത് മനസ്സിലാവും, ഓപ്പർച്യൂണിറ്റീസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, മൊബൈലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാവും. അടുത്താണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ആൻഡ് പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഓഫ് ദ പ്ലാനിങ് പ്രോസസ്, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട, എന്നാൽ രണ്ടാമത് വരുന്ന എന്താണ്, ഒബ്ജക്റ്റീവാണ്. രണ്ടാമത് വരുന്ന സ്റ്റെപ്പാണ് എന്ത്, സെറ്റിംഗ് അപ്പ് ഓഫ് എന്നാണ് ഒബ്ജക്റ്റീവ്. ഹിയർ വി എസ്റ്റാബ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ ഹോൾ ഓർഗനൈസേഷൻ ആൻഡ് ആൾസോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുകയും ചെയ്യും, കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിനും എന്ത് ചെയ്യും, ഓരോ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യും, ആ മെയിൻ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനുള്ള സ്റ്റെപ്പായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു.
and organizational objectives provide a general direction and objectives of department will be more planned and detailed. അതാണ് നമ്മൾ പറഞ്ഞെന്താണ്, ഇവിടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ജനറൽ ഡയറക്ഷനാണ്, പൊതുവായ ധാരണയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യണത്, അത് കുറച്ചും കൂടി മോർ പ്ലാൻഡ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഈ ജനറൽ ഒബ്ജക്റ്റീവ് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളൊരു പ്ലാനാണ് എന്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റീവിലേക്ക് വരിക. സോ ഒബ്ജക്റ്റീവ് ക്യാൻ ബി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആസ് വെൽ. ഒബ്ജക്റ്റീവ് എന്താവാൻ രണ്ട് തരത്തിലുണ്ടാവും, ഒന്ന് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. ആൻഡ് ദ ഇൻഡിക്കേറ്റ് ദ എൻഡ് റിസൾട്ട് ഓഫ് ദ കമ്പനി വിഷസ് ടു അച്ചീവ്. എന്താണ്, അപ്പോൾ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്, ലോങ് ടേം ഒബ്ജക്റ്റീവ് സൂചിപ്പിക്കുന്നത് വാട്ട് ദ കമ്പനി വിൽ വാണ്ട് ടു അച്ചീവ് ഓർ വാട്ട് ദ കമ്പനി വിഷ് ടു അച്ചീവ്. എന്താണോ കമ്പനി എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് റിസൾട്ടാണോ കമ്പനിക്ക് കിട്ടേണ്ടത് ആ റിസൾട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് വിൽ പെർക്കുലേറ്റ് ഡൗൺ ഫ്രം ദ മാനേജേഴ്സ് ആൻഡ് വിൽ ആൾസോ ഗൈഡ് ആൻഡ് പുഷ് ദ എംപ്ലോയീസ് ഇൻ ദ കറക്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത് മാനേജേഴ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ ആൾസോ എന്ത് ചെയ്യും, എംപ്ലോയീസിനെ ഏത് ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ കറക്റ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഈ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. കാരണം ഒബ്ജക്റ്റീവിന് ഒരു ബേസിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗൈഡായിരിക്കും എന്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ മൊബൈൽ ഫോൺ കമ്പനി സെറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ടു സെൽ 2 lakh യൂണിറ്റ്സ് നെക്സ്റ്റ് ഇയർ വിച്ച് ഈസ് ഡബിൾ എന്നാണ് കറണ്ട് സെയിൽസ്. അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിളായിട്ട് 2 ലക്ഷം യൂണിറ്റ് എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണം എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നു, ഒരു മൊബൈൽ ഫോൺ കമ്പനി ഫിക്സ് ചെയ്യുന്നതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അടുത്താണ് ഡെവലപ്പിംഗ് പ്രമിസസ്. അപ്പം നോക്കുക, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രമിസസ്. സോ പ്ലാനിങ് ഈസ് ആൾവേസ് ഡൺ കീപ്പിംഗ് ദ ഫ്യൂച്ചർ ഇൻ മൈൻഡ്, ഹൗവർ ദ ഫ്യൂച്ചർ ഈസ് ആൾവേസ് അൺസേർട്ടൺ. എന്താണ്, ഫ്യൂച്ചർ അൺസേർട്ടൺ ആണെങ്കിലും പ്ലാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്താണ്, നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, മനസ്സിൽ സൂക്ഷിക്കും. അല്ലെ എന്താണ്, കാരണം ഭാവിയിൽ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പ്ലാൻ ചെയ്യുന്നത്. അല്ലേ, നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് ഭാവിയിൽ എന്ത് ചെയ്യണം, ഗോവയിൽ പോകണം അല്ലെങ്കിൽ ഒരു വേൾഡ് ടൂർ പോകണം എന്ന് നമ്മൾ എന്തെങ്ങനെ, ഭാവി നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല, പക്ഷെ എന്നാലും നമ്മളെന്താണ്, ആ ഭാവി ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പ്ലാൻ ചെയ്യുക. സോ ഇൻ ദ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് സർട്ടൻ അസംഷൻസ് വിൽ ഹാവ് ടു ബി മെയ്ഡ്. അതുകൊണ്ട് തന്നെ ഭാവിയെ നമ്മൾ മുൻകൂട്ടി കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അസംഷൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുണ്ടാക്കും. ദീസ് അസംഷൻസ് ആർ ദ പ്രമിസസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രമിസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാനിങ് പ്രമിസസ്. പ്ലാനിങ് പ്രമിസസ് ആർ ദ അസംഷൻസ് മെയ്ഡ് ബൈ ദി മാനേജ്മെൻറ്റ്. എന്താണ്, മാനേജ്മെൻറ്റ് മെയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്ന അസംഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് പ്രമിസസ്. സച്ച് അസംഷൻസ് ആർ മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫോർകാസ്റ്റ്, എക്സിസ്റ്റിംഗ് പ്ലാൻസ്, പാസ്റ്റ് പോളിസീസ് എക്സെട്ര. ആ അസംഷൻസ് ചിലപ്പോൾ എന്തായിരിക്കും, ഫോർകാസ്റ്റിൻ്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ നിലവിലുള്ളൊരു പ്ലാനിൻ്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു പോളിസിയുടെ, നിയമത്തിൻ്റെ ഓർഗനൈസേഷണൽ പോളിസിയുടെ രൂപത്തിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ഈ ഒരു പ്രമിസസ് എന്ത് ചെയ്യുക, അസംഷൻസ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. അപ്പോൾ ദീസ് പ്ലാനിങ് പ്രമിസസ് ആർ ആൾസോ 2 types. ഇതിന് 2 തരത്തിലുണ്ട് പ്ലാനിങ് പ്രമിസസ്. ഒന്നെന്താണ് ഇൻറ്റേർണൽ പ്ലാനിങ് പ്രമിസസും അതേപോലെ എക്സ്റ്റേണൽ പ്ലാനിങ് പ്രമിസസും. External assumptions deal with the factors such as political environment, social environment, and the advancement of technology, competition, government policies, etc. അപ്പോൾ എക്സ്റ്റേണൽ അസംഷൻസ്, എക്സ്റ്റേണൽ പ്രമിസസ് ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനാണ്. അതായത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്താണ്, സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്താണ്, അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി ഏത് തരത്തിലാണ്, കോമ്പറ്റീഷൻ, ഗവൺമെൻറ് പോളിസിയൊക്കെയാണ് എക്സ്റ്റേണൽ അസംഷൻസ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യണത്. Internal assumptions deal with the policies, availability of resources, quality of management, etc. അതായത് ഓർഗനൈസേഷൻ പോളിസി, അതുപോലെ നമുക്ക് വിഭവങ്ങളുടെ ലഭ്യത എത്രത്തോളം ഉണ്ട്, മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഇതൊക്കെയാണ് the internal assumptions. So these assumptions being made should be uniform across the organization. എന്താണ്, എല്ലാ ഓർഗനൈസേഷനും മൊത്തമായിട്ട് എന്തായാലും ഈ അസംഷൻസ് എന്താണ്, യൂണിഫോം ഇൻ ക്യാരക്ടർ ആയിരിക്കും, അതായത് ഒരേ രീതിയിലുള്ളതായിരിക്കും. സോ ഓൾ മാനേജേഴ്സ് ഷുഡ് ബി അവെയർ ഓഫ് ദീസ് പ്രമിസസ് ആൻഡ് ഷുഡ് അഗ്രി വിത്ത് ദം. എന്താണ്, അതുകൊണ്ട് തന്നെ എല്ലാ മാനേജേഴ്സും എന്ത് ചെയ്യണം, ഈ പ്രമിസസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ അസംഷനുമായിട്ട് എഗ്രി ചെയ്യണം. അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, നമ്മുടെ
2,00,000 എന്ത് ചെയ്യുക, മൊബൈൽ യൂണിറ്റ് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രമിസസ് ആയിരുന്നു നമ്മൾ പറയുന്നത്. The mobile phone company has set the objectives of 2 lakh units sale on the basis of forecast done on the premises of favorable government policy towards the digitalization of transaction. അത് നമ്മളൊരു അസംഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെൻറ് ഡിജിറ്റലൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അങ്ങനെ ഒരു അസംഷൻ എന്ത് ചെയ്യുന്നു, കമ്പനി സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സ്മാർട്ട് ഫോണുകളൊക്കെ ആവശ്യമായിട്ട് വരും, ഡിജിറ്റലൈസേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതാണ് അസംഷൻ, 2,00,000 യൂണിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യുവാൻ സാധിക്കും. അടുത്താണ് എന്ത്, ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്സ്. So the fourth step of the planning process is to identify the alternatives available to the managers. അപ്പം ഒരു എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് ഉണ്ടാക്കി, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, അതിൻ്റെ അസംഷൻസ് സെറ്റ് ചെയ്തു അല്ലേ. അതിന് ശേഷം എന്താണ് അടുത്ത പറയുന്നത്, എന്താണ്, എന്തൊക്കെ വഴികളാണ്, ഐഡൻറ്റിഫൈ ദ ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ടു ദ മാനേജേഴ്സ്, ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വഴികൾ ഏതൊക്കെയാണ് എന്ന് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. So there is no one way to achieve the objectives of the firm. There is a multiple choices, അല്ലെ, മൾട്ടിറ്റ്യൂഡ് ഓഫ് ചോയ്സസ് എന്താണ്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു വഴി മാത്രമല്ല എന്ത് ചെയ്യാൻ, അത് നേടിയെടുക്കാൻ എന്തുണ്ടാവുക, ഒരു വഴി മാത്രമായിരിക്കില്ല ഉണ്ടാവുക, ഒരുപാട് വഴികളുണ്ടാവും അല്ലെ, മൾട്ടിറ്റ്യൂഡ് ഓഫ് എന്താണ് ചോയ്സസ് ഉണ്ടാവും. So all of these alternative courses should be identified and there must be option available to the manager. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് വഴികൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക, മാനേജർ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം, കണ്ടെത്തണം. ആൻഡ് ദർ മസ്റ്റ് ബി ഓപ്ഷൻസ് അവൈലബിൾ ടു, അതുകൊണ്ട് ആ കണ്ടെത്തുന്നതിലൂടെ മാനേജർക്ക് എന്ത് ചെയ്യും, ഒരുപാട് വഴികൾ എന്ത് ചെയ്യും, അയാളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ആൻഡ് ദ പ്രോബ്ലം വിത്ത് ദിസ് സ്റ്റെപ്പ് ഈസ് നോട്ട് ഫൈൻഡിങ് ദ ആൾട്ടർനേറ്റീവ്സ് but narrowing them down to a reasonable amount of choices, so all of them can be thoroughly evaluated. എന്താണ്, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതല്ല പ്രശ്നം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനെ നമ്മുടെ ഒബ്ജക്റ്റീവിനനുസൃതമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനെ എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രശ്നം. ഒരുപാട് ഇതുണ്ടാവും, അപ്പോൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ക്രൈറ്റീരിയയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ആവശ്യമില്ല, അത് ആ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. നമ്മളെ ഈ മൊബൈൽ ഫോൺ കമ്പനിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അത് നേടിയെടുക്കാൻ നമുക്ക് ഒരുപാട് എന്താണ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ലൈക്ക് എന്താണ്, പ്രൈസ് റിഡ്യൂസ് ചെയ്യുക, അഡ്വർടൈസിങ് ഇൻക്രീസ് ചെയ്യുക, പ്രൊമോഷൻ ഇൻക്രീസ് ചെയ്യുക, ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കൊടുക്കുക, അതൊക്കെ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാനുള്ള, മാർക്കറ്റ് പിടിക്കാനുള്ള. അപ്പോൾ അതേപോലെ എന്തുണ്ടാവും, ഓരോ ഒബ്ജക്റ്റീവ്സിനും ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അതിനെ എന്ത് ചെയ്യുക, ഷോർട്ട് ഡൗൺ ചെയ്ത് കൊണ്ടുവരിക. അടുത്താണ് എക്സാമിനിങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. The next step of planning process is to evaluate the closely examine each alternative plans. നമ്മൾ പറഞ്ഞതാണ്, നേരത്തെ നമ്മൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ആൾട്ടർനേറ്റീവ്സിന് ഒരു ക്ലോസ്ലി എക്സാമിൻ ദ ഈച്ച് ഓഫ് ദ ആൾട്ടർനേറ്റീവ് പ്ലാൻസ്. ഓരോ പ്ലാനിനെയും എന്ത് ചെയ്യുക, ഒരു വളരെ ക്ലോസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. സോ എവരി ഓപ്ഷൻ വിൽ ഗോ ത്രൂ ആൻ എക്സാമിനേഷൻ where all their pros and cons will be weighted. എന്താണ്, ഓരോ ആൾട്ടർനേറ്റീവിൻ്റെയും എന്താണ് പ്രോസ് ആൻഡ് കോൺസ്, അതായത് അതിൻ്റെ എന്താണ് അതിൻ്റെ ഫലങ്ങൾ, അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ എന്നൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് പരിഗണിക്കണം. ഓക്കെ, so the alternative plans need to be evaluated in the light of the organizational objective. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്ത് നേടിയെടുക്കുക എന്നുള്ളതാണ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കുക, ദ മൊബൈൽ ഫോൺ കമ്പനി വിൽ ഇവാലുവേറ്റ് ഓൾ ദ ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ചെക്ക് ഇറ്റ്സ് എന്നാണ് പ്രോസ് ആൻഡ് കോൺസ്. നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ, അപ്പോൾ പ്രൈസ് റിഡ്യൂസ് ചെയ്യുകയാണെങ്കിലും, പ്രൊമോഷൻ കൂട്ടുകയാണെങ്കിലും, അഡ്വർടൈസ്മെൻറ്റ് കൂട്ടുകയാണെങ്കിലും ഒക്കെ ഓരോന്നിൻ്റെയും എന്താണ് പ്രോസ് ആൻഡ് കോൺസ്, എന്താണ് മുക്കും മൂലയും എന്ന് പറയുക നമ്മൾ, അതാണ് പ്രോസ് ആൻഡ് കോൺസ്. അതിൻ്റെ എല്ലാം എന്ത് ചെയ്യുക, എല്ലാ
വശങ്ങളും എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, എന്ന് അനലൈസ് ചെയ്യുന്നു. അടുത്താണ് സെലക്ടിങ് ദ ആൾട്ടർനേറ്റീവ്. അപ്പം നമ്മളങ്ങനെ എന്ത് ചെയ്യുന്നു, ഫൈനലി വി റീച്ച് ദ ഡെസിഷൻ മേക്കിംഗ് സ്റ്റേജസ് ഓഫ് ദ പ്ലാനിങ് പ്രോസസ്. ഇതെന്ത് സ്റ്റേജാണ്? ഡെസിഷൻ മേക്കിംഗ് എന്താണ് സ്റ്റേജസ് ഓഫ് ദി പ്ലാനിങ് പ്രോസസ്. നൗ ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫീസിബിൾ പ്ലാൻ വിൽ ബി ചൂസൺ ടു ബി ഇംപ്ലിമെൻറ്റഡ്. എന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ ഇവാലുവേറ്റ് ചെയ്തു, ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ എക്സാമിൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്ന് തോന്നിയ ഒരു പ്ലാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ സെലക്ട് ചെയ്യുക. അതാണ് നൗ ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫീസിബിൾ പ്ലാൻ will be chosen to be implemented. So the ideal plan is the most profitable one with the least amount of negative consequences and is also adaptable to dynamic situation. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് ദ ഐഡിയൽ പ്ലാൻ മോസ്റ്റ് പ്രോഫിറ്റബിൾ വൺ. അതെന്താണ്? ഏറ്റവും നല്ല പ്രോഫിറ്റ് നൽകുന്നതായിരിക്കും. ലീസ്റ്റ് എമൗണ്ട് ഓഫ് നെഗറ്റീവ് കോൺസിക്വൻസസ്, എന്താണ്? വളരെ കുറഞ്ഞ രീതിയിലുള്ള എന്താണ് നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് ഉള്ളതും, അതേപോലെ എന്താണ് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് എന്താണ് സ്വീകരിക്കാനാവുന്ന അഡാപ്റ്റബിൾ ആയിട്ടുള്ളതും ഉള്ള ഒരു പ്ലാൻ ആയിരിക്കും. അതാണ് എന്താ സെലക്ടിങ് ദി ആൾട്ടർനേറ്റീവ്. ആൻഡ് ദ ചോയ്സസ് ഈസ് ഒബ്വിയസ്ലി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് അനാലിസിസ് ആൻഡ് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ്. അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് അതിലേക്ക് എത്തുന്ന എന്തൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും? സയൻറ്റിഫിക് അനാലിസിസിൻ്റെയും മാത്തമെറ്റിക്കൽ ഇക്വേഷൻസൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ആ ചോയ്സിലേക്ക്, ആ ഡെസിഷനിലേക്ക് എത്തുന്നത്. ബട്ട് എ മാനേജർ ഇൻഡ്യൂഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഷുഡ് ആൾസോ പ്ലേ എ ബിഗ് പാർട്ട് ഓഫ് ദിസ് ഡിസിഷൻ. എന്താണ് അത്? ഇത് സയൻറ്റിഫിക് അനാലിസിൻ്റെ അപ്പുറം എന്ത് ചെയ്യും, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാനേജറുടെ ഇൻഡ്യൂഷനിൽ എന്താണ്, അയാളുടെ എന്താണ് തോന്നലുകളുള്ള ഇൻഡ്യൂഷൻസിൽ. കാരണം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലൊരു എന്താണ് ഫാക്ടറാണ്. കാരണം ഒരു എക്സ്പീരിയൻസ് ഉള്ള മാനേജർക്ക് മനസ്സിലാകും എന്താണ് ഏത് പ്ലാനാണ് കുറച്ചും കൂടി എന്താവുക, മോസ്റ്റ് സ്യൂട്ടബിൾ ആവുക. അല്ലേ, സയൻറ്റിഫിക് അനാലിസിസിന് അപ്പുറത്തേക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടി എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ആ സയൻറ്റിഫിക് അനാലിസിസും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്ലാൻ എന്ത് ചെയ്യണത്, തിരഞ്ഞെടുക്കുന്നത്. സംടൈംസ് എ ഫ്യൂ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാൻസ് ആർ കമ്പൈൻഡ് ടു കം അപ്പ് വിത്ത് വൺ ഐഡിയൽ പ്ലാൻ. എന്താണ്, ചിലപ്പം എന്താണ് ഒന്നോ രണ്ടോ പ്ലാനുകൾ കമ്പൈൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മളൊരു ഐഡിയൽ പ്ലാൻ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക. എക്സാമ്പിൾ, മൊബൈൽ ഫോൺ കമ്പനി സെലക്ട് മോർ TV അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ഓൺലൈൻ മാർക്കറ്റിംഗ് വിത്ത് ഗ്രേറ്റ് ആഫ്റ്റർ സെയിൽ സർവീസ്. അപ്പോൾ ഇവിടെ 3 കമ്പൈൻ ചെയ്തു. അതായത് എന്താണ്, TV അഡ്വർടൈസ്മെൻറ്റ് കൂട്ടിയിട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് കൂട്ടുക, എന്ത് പ്രൊവൈഡ് ചെയ്യുക, നല്ല ഗ്രേറ്റ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള എന്താണ് ഒരു പ്ലാനിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഫോർമുലേറ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് plan. So once you have chosen the plan to be implemented, managers will have to come up with one or more supporting plans. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലാന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്ത പ്ലാനിന് ശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സപ്പോർട്ടിംഗ് പ്ലാൻ ഉണ്ടാക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ദീസ് സെക്കൻഡറി പ്ലാൻസ് ഹെൽപ്പ് വിത്ത് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മെയിൻ പ്ലാൻ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മെയിൻ പ്ലാൻ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി പ്ലാന് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, പ്ലാൻസ് ടു ഹയർ മോർ പീപ്പിൾ, ട്രെയിൻ പേഴ്സണൽ, എക്സ്പാൻഡ് ദ ഓഫീസ്. അതേ സപ്പോർട്ടിംഗ് പ്ലാൻസ് ഫോർ ദ മെയിൻ പ്ലാൻസ് ഓഫ് എന്താണ്, ലോഞ്ചിങ് എ ന്യൂ പ്രോഡക്റ്റ്. എന്നാണ്, ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സപ്പോർട്ടിംഗ് പ്ലാനാണിത്. എന്താണ്, തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുക, കൂടുതൽ ആളുകൾ എടുക്കുക, ഓഫീസൊക്കെ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. സോ ഓൾ ദീസ് സെക്കൻഡറി പ്ലാൻസ് ആർ ഇൻ ഫാക്ട് എ പാർട്ട് ഓഫ് ദി എന്താണ് മെയിൻ പ്ലാൻ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്ലാനുകളും സെക്കൻഡറി പ്ലാനുകളും എന്തിൻ്റെ ഭാഗമാണ്, മെയിൻ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അടുത്താണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്ലാൻ. സോ ആൻഡ് ഫൈനലി വി കം ടു ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി എന്താണ് പ്ലാനിങ് പ്രോസസ്. ദാറ്റ് ഈസ് എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്ലാൻ. എന്താണ്, പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം, നടപ്പിൽ വരുത്തുക. ദിസ് ഈസ് വെൻ ഓൾ അതർ ഫങ്ഷൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ് കം ഇൻ ടു പ്ലേ ആൻഡ് ദ പ്ലാൻ ഈസ് പുട്ട് ഇൻ ടു ആക്ഷൻ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് എല്ലാ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യും, ഇതിൽ റോൾ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്, പ്ലാൻ എന്ത് ചെയ്യുന്നു, പുട്ട് ഇൻ ടു ആക്ഷൻ, നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജീരിയൽ ഫങ്ഷൻസിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് പ്ലാൻ എന്ത് ചെയ്യുന്നു, നടപ്പിൽ വരുത്തുന്നു.
The tools required for such implementation involves എന്താണ് types of plans, പ്രൊസീജിയേഴ്സ്, പോളിസീസ്, ബഡ്ജറ്റ്സ്, റൂൾസ്, സ്റ്റാൻഡേർഡ്സ് എക്സെട്ര. അപ്പം എന്താണ് ഈ രീതിയിലൊക്കെയാണ്, അതായത് എന്താണ് പ്രൊസീജിയറുകളായിട്ട്, പോളിസീസായിട്ട്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട്, റൂൾസ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട്, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യണത്. അല്ലെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് എന്തിൻ്റെ ഒരു പ്ലാൻ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ നടപ്പിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ടൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞെന്താണ്, മൊബൈൽ ഫോൺ കമ്പനി ഹയർ സെയിൽസ്മാൻ ഓൺ ദ ലാർജ് സ്കെയിൽ ആൻഡ് ക്രിയേറ്റ് TV advertisement and starts online marketing activities and set up the സർവീസ് വർക്ക്ഷോപ്പ് അല്ലേ. ഇതൊക്കെയാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്ലാൻ. അവർ പറഞ്ഞെന്താണ്, കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണം, ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നു കൂടുതലെടുക്കുന്നു. അതേപോലെ TV അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഓൺലൈൻ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, നല്ല വർക്ക്ഷോപ്പുകൾ, സർവീസ് വർക്ക്ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് അവിടെ എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എന്ത്, ഫോളോ അപ്പ് ആക്ഷൻ. So monitoring the plan constantly and taking feedback at regular intervals is called follow up. അതായത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്യണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ എന്താണ് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കപ്പെടുക. കാരണം എന്താണ്, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുക, മാറ്റങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വരുത്തണം. ആൻഡ് ടേക്കിംഗ് ഫീഡ്ബാക്ക് എന്താണ്, കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യുക, എന്താണ് ഇതിൻ്റെ ഫീഡ്ബാക്ക്, ടേക്കിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദ റെഗുലർ ഇൻ്റർവെൽ ഈസ് കാൾഡ് എന്താണ്, ഫോളോ അപ്പ്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത് യൂസ്ഫുൾ ആണോ, വെദർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓർ നോട്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തണം. So monitoring of plans is very important to ensure that the plans are being implemented according to the schedule. എന്താണ്, നമ്മളുടെ ഷെഡ്യൂൾ പ്രകാരമാണ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പിക്കുവാൻ വളരെ പ്രധാനപ്പെട്ടതാണ്, മോണിറ്ററിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ റെഗുലർ ചെക്സ് ആൻഡ് കമ്പാരിസൺസ് ഓഫ് ദ റിസൾട്ട് വിത്ത് സെറ്റ് സ്റ്റാൻഡേർഡ്സ് ആർ ഡൺ ടു എൻഷുർ ദാറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. എന്താണ്, അതുപോലെ എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താണ്, റെഗുലർ ചെക്സ് ആൻഡ് കമ്പാരിസൺസ് ഓഫ് ദ റിസൾട്ട് എന്താണ്, കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയും റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യുകയും ചെയ്യുക. എന്തുമായിട്ട്, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ നേടുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതായത് എക്സാമ്പിൾ പറയാം, പ്രോപ്പർ ഫീഡ്ബാക്ക് മെക്കാനിസം വാസ് ഡെവലപ്ഡ് ബൈ ദ മൊബൈൽ ഫോൺ കമ്പനി throughout its branches so that the actual customer response, revenue collection, employee response could be known. എന്ത് ചെയ്യുക, മൊബൈൽ ഫോൺ കമ്പനി എന്ത് ചെയ്യുക, ഒരു എല്ലാ ബ്രാഞ്ചുകളും ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആക്ച്വൽ കസ്റ്റമർ റെസ്പോൺസും അതേപോലെ റവന്യൂ കളക്ഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് ഫോളോ അപ്പ് ആൻഡ് ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So these are the steps: setting objectives, developing premises, identifying alternatives, evaluating alternatives, selecting from alternatives, implementation and follow up and action. ഇതാണ് the planning process എന്ന് എന്ത് ചെയ്യണത്, അറിയപ്പെടുന്നത്. And if you have any doubt regarding the session, you can ask.